ഇപ്പോൾ മുനമ്പത്തേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്തേക്ക് എത്തിയിരിക്കുന്നു. അവിടെ സമരസമിതി ഭാരവാഹികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് കരുതുന്നത്. അവിടെ സമരം തുടരുകയാണ്. 174-ാം ദിനമാണ് ഇന്ന് നിരാഹാര സമരം ആരംഭിച്ചിട്ട്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും വരെ സമരം തുടരുമെന്നുള്ളതാണ്. വഖഫ് ബിൽ പാർലമെന്റിൽ പാസ്സായതിൽ അവർ ആഹ്ലാദത്തിലാണ്. മുനമ്പത്ത് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുമെന്നൊക്കെ അവർ കരുതുന്നു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും വരെ ഈ സമരം തുടരും എന്നുള്ളതാണ്. ഇന്നലെ വലിയ ആഹ്ലാദ പ്രകടനം അവിടെ നടന്നിരുന്നു. പടക്കം പൊട്ടിച്ചൊക്കെയുള്ള ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നത്. ഇന്നിപ്പോൾ ബി.ജെ.പി. നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവർക്ക് എന്താണ് അദ്ദേഹം നൽകാൻ പോകുന്ന ഉറപ്പ് എന്ന് നമുക്കറിയില്ല. നിലവിൽ ഈ ബില്ല് പാസ്സായത് മുനമ്പത്തെ ഏത് തരത്തിലേക്ക് ബാധിക്കുമെന്നൊക്കെയുള്ളതിൽ സംശയങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു വിഷയം കൂടി അതിലുണ്ട് എന്നുള്ളതിനാലാണ് സമരം തുടരുകയാണ്. 174-ാം ദിനത്തിലാണ് സമരം എത്തിച്ചേർന്നിരിക്കുന്നത്. ആ സമരം ഇതുവരെ തുടർന്ന അതേ രീതിയിൽ തന്നെ തുടർന്നു പോകും എന്നുള്ളതാണ്. അമൽ സുരേന്ദ്രനുണ്ട്. അമൽ, അപ്പോൾ ബി.ജെ.പിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അദ്ദേഹം എന്താണ് ഇവരോട് പറയാൻ പോകുന്നത് നമുക്കറിയില്ല. എന്തെങ്കിലും പറഞ്ഞ് അതിൽ എന്താണ് അതിൻ്റെ പ്രസക്തിയെന്നും നമുക്കറിയില്ല. ഏതായാലും ഈ സമരസമിതി നേതാക്കൾ അതിനെ പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് കരുതാമല്ലേ? കോടതിയിലിരിക്കുന്ന വിഷയമാണ്. ഇവർക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുക എന്നുള്ളതാണ്. കരമടയ്ക്കാൻ ഉള്ള സൗകര്യം ഉൾപ്പെടെ അവർക്ക് നൽകണം എന്നുള്ളതാണ്. അത് കോടതിയിലിരിക്കുന്ന വിഷയമാണ് എന്നുള്ളത് പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണം, സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ബില്ല് പാസ്സായ സാഹചര്യത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നതുകൂടി ഇവിടുത്തെ സർക്കാരിൻ്റെ ചുമതലയാണ് എന്നതൊക്കെയാണ് നേരത്തെ സമരസമിതിയുടെ ഭാരവാഹി മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ തരത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടലാണ് അവർ ആവശ്യപ്പെടുന്നത്. അമൽ, പറയൂ. അനുഷ, ഏതായാലും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് മുനമ്പത്തെ സമരപന്തലിലേക്ക് സമരക്കാരെ കാണുവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം, ഈ സമരത്തിന്റെ 174 ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായിട്ട് രാജീവ് ചന്ദ്രശേഖരനെയും ബി.ജെ.പി. നേതാക്കളെയും സ്വീകരിച്ചുകൊണ്ട് സമരപന്തലിലേക്ക് കൊണ്ടുപോവുകയാണ് സമരക്കാർ ഇവിടെ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ മുനമ്പത്തെ സമരത്തെ ബി.ജെ.പി. അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മറ്റെന്തോ ഒന്നുകൊണ്ടല്ല, ഇപ്പോൾ തന്നെ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള മുനമ്പത്തെ ജനതയിൽ 50-ൽ അധികം ആളുകൾ ബി.ജെ.പിയിൽ ഇന്ന് അംഗത്വം എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ തന്നെ അംഗത്വം എടുത്തവരെ പൊന്നാടി അണിയിച്ച് ബി.ജെ.പിയിലേക്ക് സ്വീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിനോട് ഒപ്പം തന്നെ ബി.ഡി.ജെ.എസിന്റെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയും ഉണ്ട്. ഏതായാലും ബി.ജെ.പി. നേതാക്കളും ബി.ജെ.പി. പ്രവർത്തകരും മുനമ്പത്തെ സമരപന്തലിന് ചുറ്റും നിൽക്കുന്നുണ്ട്. ഈ ബി.ജെ.പി. തങ്ങൾക്ക് വേണ്ടി ചെയ്ത, അല്ലെങ്കിൽ ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസ്സായതിന് വളരെയധികം നന്ദിയോടുകൂടിയാണ് മുനമ്പത്തെ ജനത കാണുന്നത്. അതായത് നമുക്കറിയാവുന്നതാണ്, സുരേഷ് ഗോപി അടക്കമുള്ളവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന തരത്തിൽ സമരപന്തലിൽ തന്നെ സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ വെക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അത്തരത്തിൽ ബി.ജെ.പിയോട് കുറെ കൂടി അടുക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ മുനമ്പത്തെ സമരക്കാരിൽ നിന്നുണ്ടാകുന്നത്. ഈ നിയമ ഭേദഗതിയുടെ, വഖഫ് നിയമ ഭേദഗതിയുടെ ഒരു മുൻകാല പ്രാബല്യം എത്രമാത്രം ഇപ്പോൾ മുനമ്പത്തെ വിഷയത്തിൽ ഉണ്ടാകും എന്നതിനെ കുറിച്ചുള്ള നിയമപരമായിട്ടുള്ള സംശയങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് രാഷ്ട്രീയമായിട്ട് സമരത്തെ ബി.ജെ.പി. തങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. രാഷ്ട്രീയമായിട്ട് തന്നെ ഈ ഒരു മുനമ്പത്തെ സമരത്തെ ടേക്ക് കെയർ ചെയ്യുവാൻ വേണ്ടി ബി.ജെ.പിക്ക് കഴിയുന്നുണ്ട്. അതിന്റെ തന്നെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ട് ഇവിടെ സമരത്തിലുള്ളവരെ കാണുകയും ചെയ്യുന്നു എന്നത്. അതാണ് ബി.ജെ.പി. വിഷയത്തെ രാഷ്ട്രീയമായി കൂടി മുനമ്പം വിഷയത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണിത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബില്ല് പാർലമെന്റിൽ പാസ്സായതിനു ശേഷം മുനമ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്.